ഓക്കെ പറ നമുക്ക് എവിടെ പോവാം ക്രിസ്മസിന്റെ പരിപാടി? വർക്കല ക്ലിഫ്. കയ്യിലിപ്പോ എത്ര എടുക്കാണ്ട്? ആരെയൊക്കെ വണ്ടിയുണ്ട്? ശമ്പളം കിട്ടി, ലോൺ അടയ്ക്കണോ? ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു. ഞാൻ സ്റ്റുഡന്റ് മാൻ. ഞാനും. തുടങ്ങും. ഞാൻ തന്നെ ഭാഗ്യവാൻ. ഇട് ഇടാ ഇത് വിട്ടാ ഞാൻ കൊറേ ഉണ്ടല്ലേ? 5, 4, 2. നീ ആസ്വദിച്ച് കളിക്കണം പറഞ്ഞു. അല്ല, ആലോചിച്ച് കളിക്കണം. ഭയങ്കര ചൂട്. തേച്ചടാ. ഇത് കുറച്ച് റെസ്റ്റ്. എല്ലാം ഒരേ കണ്ടോ? അതൊന്ന് കറക്കി പറഞ്ഞാടാ, എനിക്ക് വേണം. കറക്കി പറഞ്ഞാളിയാ പറ്റുമെങ്കിൽ എനിക്ക് അവനെ വേണം. താങ്ക്. നീ എനിക്ക് എന്തിട്ട് വിട്ട് തന്നത്? വേണ്ട, അങ്ങനെ പറയില്ല, അങ്ങനെ പറയുന്നത് കേട്ടോ. ഇത് പറ, നമുക്ക് എവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് പറയും, പ്ലാനിങ് പറയും മകനെ. നീ പറ. അല്ല, നീ ഈറാട്ടിൻപുരം പോവാം. ഇറാഖില ഈറാറ്റിൻപുരം നമ്മുടെ അരുവിക്കരല്ലേ? അത് ഈ അരുവിക്കര. ഞാൻ ഇട്ട. അപ്പൊ ഞാൻ ഇടാം. നീ നിന്റെ ആഗ്രഹം പോലെ ഇറങ്ങട്ടെ. മറിഞ്ഞു പോയി. ആരാണ് കൂടുതലിട്ട്? അവസാനം പറയാം, ഇത് നടന്നില്ലെങ്കിൽ കടുമ്പ് വെളുപ്പിനെ പോകുമ്പോ ഞാൻ യൂണിറ്റ് ഞാനെന്നല്ല യൂണിറ്റത്. നീയാണ് യൂണിറ്റ്. ഞാൻ 6 ഇട്ട. നീ ചോദിച്ചില്ല 6 നീ അപ്പുറത്തോടെ മാറി. 9 ഞാൻ ഇട്ടത്. 3 ഞാൻ ഇട്ട്. ക്യൂനാണ് പൊട്ടാ നീ ഇട്ടത്. പൊട്ടരെന്ന് പറഞ്ഞാൽ ലോക പൊട്ടെ. പൊട്ടരെന്ന് പറഞ്ഞാൽ ലോക പൊട്ടെ. ക്യൂനാണ് ഞാൻ ഇട്ട. കറങ്ങി പോയല്ലേ നമ്മള്, പിന്നെ കറങ്ങിയില്ലേ. പുല്ലി പോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലാനറ്റോറിയം പോയാ? പ്ലാനറ്റോറിയം പോയില്ല. പ്ലാനറ്റോറിയം ഒന്നുമില്ല. ഒന്നേ എന്തെങ്കിലും പ്ലാൻ ചെയ്യൂ, ഒന്നേ അവിടെ ഒന്നുമില്ലെന്ന് പറയുകയും ചെയ്യും. രാത്രി കാണുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് ഒന്നും ഇല്ല, സാധനമില്ല. എവിടെയെങ്കിലും ഒന്നും ഉറപ്പില്ലടാ. പൊന്മുടി പോകാൻ പറ്റും ആർക്കെങ്കിലും? അളിയാ നെട്ട പോ. ആ നെട്ടല്ല, ആ നെട്ട് എന്തിനു കാണാതിരിക്കണ? നെട്ട ഇവിടെ പാറശാലപ്പുറത്ത്. ഇവിടെ അത് അവിടെയാണ്. വെള്ളറുടെ അപ്പുറത്ത്. വെള്ളറുടെ അപ്പുറത്താ സത്യം. ഒരു പാറയില്ലേ, പാറ ഇത് കാണുന്നത്. അല്ലല്ല അളിയാ, ഇത് ലേഖന്റെ തീരം. അതായത് പുഴയുടെ തീരം. ലേക്ക് കായലല്ല. ലേക്ക് കായലാണ്. റിവറാണ് പുഴ. അവൻ ഗൂഗിളിൽ നോക്കിയ ഗൂഗിളില് അതിന്റെ അർത്ഥം കണ്ടല്ല കള്ള സ്ഥലം കൊണ്ട് മാറ്റിക്കോ. ഫുഡൊക്കെ അപ്പുറത്തെ മീനപ്പത്തിനെ പിടിക്കുന്നത് തിന്നാനൊക്കെ. അത് പുഞ്ചക്കരിയിലുണ്ട്. നമുക്ക് ആലപ്പുഴ പോയാലോ? എടാ ഞാൻ പോയിട്ടുണ്ടോ ഇത് നെട്ട പോവാം, ഒന്നുകൂടെ പോവാം. അവിടെ പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ ഇതിന് പോണം. പോവാം.
എനിക്ക് അറിഞ്ഞൂടാ ക്ലിഫിൽ പോകാൻ പറ്റൂടാ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ ഒന്നുമല്ല. മീൻ കഴിക്കാൻ മീൻ പറ്റും. കഴിക്കും. അടിപൊളി ഫുഡാണ്. മാസം പോകും ഈ മാസം ചേച്ചി എവിടെ ചേച്ചി പോടാ എവിടെ പോടാ എവിടെ പോടാ ആ കാടൻ കൊടുത്താൽ എനിക്ക് തന്നു പോണം അല്ല അവര് കാണിച്ചിട്ട് വിട്ടിട്ട് കാര്യം ഉണ്ട് നീട്ടോ എന്നാ മാറി കൊടുത്തോടി ഇല്ലാത്ത കുറവാണ് എന്നാ ഞാൻ തരാം വേണോ എന്നാ വേണോ ഞാൻ ചോദിച്ചു ആ മഞ്ചു കൊണ്ടുവെക്കും നീലിട്ടത് അവന് വെട്ടന്നെ ഇത് തറഞ്ഞത് എവിടെ ഞാൻ പറയണ കേക്കണ കേട്ടാ ഞാൻ പിടിച്ചവിടെ ശ്രദ്ധിച്ചില്ല. ഞാൻ കളർ നോക്കിയോളൂ. എന്റേത് അടിപൊളി കാർഡാണ് വേണോ ആർക്കെങ്കിലും വിസിറ്റോ ചിലപ്പോ ജയിക്കും ഇത് വാങ്ങണവര് ജയിക്കും എന്തൊരു വിൽപ്പനയാണ് ഇത് വാങ്ങണവര് ജയിക്കും വേണോ വാങ്ങണവര് ജയിക്കും കളിയാറിയാക്കി നീ ഇടാൻ പോണോ നീ ഇടാൻ പോണോ ആ നോക്കട്ടെ വാങ്ങണവര് ജയിക്കും എനിക്ക് അത്ര പറയാം പൈസ 10 രൂപ 10 രൂപ ഞാൻ വെക്കും 10 രൂപ ഞാൻ വെക്കും കണ്ട് ഓ വെട്ടരെ ജയിക്കും ഇല്ലല്ല കറക്റ്റ് ജയിച്ചു ഇനി ഇട്ട് വെട്ടോ വെട്ട് കൊടുത്തോ അവര് ഉണ്ടോ ഉണ്ട് ഇട്ടോ നീ കണ്ടോ വരുന്നത്? ഞാൻ രണ്ടല്ലോ ഇട്ടോ അവ രണ്ടാം അവൻ ജയിച്ചു അല്ല അല്ല ബിസിനസ് ട്രിക്കാണ് ഇതാണ് ബിസിനസ് ഇല്ലടാ ഇതാണ് കിടില്ല സാറേ പൊട്ടിയെല്ലാം കയറ്റി കൊടുക്കും ഇതൊക്കെ ബിസിനസ് മൈൻഡ് വേണം ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും. വർക്കല പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം വർക്കല്ല പോയി കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം പറയാം വർക്കല കിടില്ല ഹെലികോപ്റ്ററിൽ പോകുന്നു. ഹെലികോപ്റ്റർ ആരും കണ്ടില്ല എന്താടാ ഇത് എടാ ഇത് ഷഫിളായില്ല മടക്കിയ സാധനം അതുപോലെയാണ്. ഷഫിളായി നോക്ക് അങ്ങനെയല്ലേ വരൂ ഞാൻ തിരികെ അതൊക്കെ വിട് നമുക്ക് എവിടെ പോണെന്ന് പറയാം എന്താടേ നമ്മളെ വിഷയത്തിൽ തന്നെ തെന്നി മറന്നു നടക്കൂല ഗോവയിൽ പോകണമെന്ന് പറഞ്ഞാൽ അല്ല പൈസ ഒന്നുമില്ല 5 രൂപ എടുക്കല്ല ഗോവയിൽ പോകാന്ന് പറഞ്ഞാൽ ഗോവയ്ക്ക് എടാ എന്നെ വിളിച്ചിട്ട് വിളിക്കും രാവിലെ വിളിക്കും എന്നെ ഇത് വിളിച്ച് വെച്ചേ ഉള്ളൂ അളിയാ നിന്നെ സ്ഥലത്ത് പോകാൻ വിളിക്കും ഇങ്ങനെയാണ് നമ്മൾ പക്ഷേ വിളിക്കട്ടോ പൈസ വലിയ ചെലവില്ല നമ്മൾ ഗോവയിൽ പോകും ട്രെയിനിൽ ഇവിടെ നിന്ന് പോയി ഇറങ്ങുന്നു ഫുൾ മൈൻഡ് ഒറ്റ മൈൻഡ് ആയിരിക്കും നമ്മൾ അവിടെ എത്തുന്നു അവര് ഫുൾ ചെലവ് ഏറ്റെടുക്കുന്നു നമ്മൾ പോയിട്ട് അവൻ എന്തൊക്കെ എടുത്താൽ പോകാന്ന് പറഞ്ഞ എന്റെ അടുത്ത് എന്തിനു പറയല്ലേ ഞാൻ എന്നാലും ഒരു ബഡ്ജറ്റ് നമ്മൾ എത്ര രൂപ വേണ്ടേ കുറച്ച് പൈസയിലും വേണ്ടേ കുറച്ച് 10,000 മാത്രമേ ഉള്ളൂ ഞാൻ എന്നിട്ട് പറഞ്ഞേ അങ്ങനെ നോക്കി നടക്കൂല കളി ആദ്യം ഇങ്ങനെ നോക്കിയല്ലേ പൈസ നോക്കി നടക്കൂല ഒന്നും ഗോവയിൽ എന്നെ വിളിച്ച് വെച്ചിട്ട് ഞാൻ സോലിനെ വിളിച്ചു ഇപ്പൊ വിളിക്കും ഗോവയ്ക്ക് വിളിക്കിട്ട് ഗോവ കാണിച്ചു കൊടുക്കാം നിങ്ങൾ അതിന്റെ ഇടയിൽ പോയാ എന്നിട്ട് പിന്നെ നമ്മളെ ഫോണിൽ കൂടെ എല്ലായിടം ഇറങ്ങി 3 വരെ പോയി അതെ ഒരു സമയത്ത് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഇരിക്കാനെ കിട്ടും കിട്ടില്ല സേഫ് ഞാനല്ലേ എടുത്തത് ഞാനല്ലേ ഇടാനുള്ളത് ഞാൻ പറഞ്ഞുതരാം എടാ ഇതിട്ടല്ലേടാ നിനക്ക് 10 രൂപ കിട്ടിയത് എന്നിട്ട് ഇത് വെച്ച് അമ്മ പെഞ്ഞാൻ പറ്റും ഞാൻ വിട്ടു
നമ്മളെ